നമസ്കാരം. നമ്മളെല്ലാവരും ദിവസവും ഓരോ പ്രശ്നങ്ങൾ പരിഹരിക്കാറുണ്ടല്ലോ അല്ലേ? തീർച്ചയായും. എന്നാൽ ഒരു പ്രശ്നം മുന്നിൽ വരുമ്പോൾ നമ്മുടെ തലച്ചോറിനുള്ളിൽ ശരിക്കും എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കോഗ്നിറ്റീവ് സൈക്കോളജി കോഴ്സിൽ, അതായത് MPC 001 ബ്ലോക്ക് 4 യൂണിറ്റ് 1 ഈ പ്രശ്നപരിഹാരത്തെക്കുറിച്ചും അതിലെ ചിന്താരീതികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അതെ, പറയുന്നുണ്ട്. ഇന്ന് നമുക്ക് ആ ഭാഗത്തേക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു പ്രശ്നത്തിന്റെ ഉത്തരം കിട്ടുക എന്നതിനേക്കാൾ ആ ഉത്തരത്തിലേക്ക് നമ്മൾ എങ്ങനെ എത്തുന്നു എന്ന് നോക്കാം. ശരിയാണ്. നമ്മുടെ ലക്ഷ്യം തന്നെ അതാണ്. ആ കോഴ്സ് മെറ്റീരിയലിൽ പറയുന്ന അനലിറ്റിക്കൽ, സിന്തറ്റിക് പോലുള്ള ചിന്താരീതികൾ, അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതെ, വെറുതെ നിർവചനം പഠിക്കുക എന്നതിലുപരിയായിട്ട് നമ്മൾ ചിന്തിക്കുന്നതിനെപ്പറ്റി തന്നെ ചിന്തിക്കുന്നതൊരു രസമുള്ള കാര്യമല്ലേ? ആണ്. അപ്പോ ഈ വേർത്തേമർ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഫലപ്രദമായ പ്രശ്നപരിഹാരത്തിന് പഴയ കാര്യങ്ങൾ അതുപോലെ ചെയ്യുന്ന പുനരുൽപാദന ചിന്ത പോരാ, റീപ്രൊഡക്റ്റീവ് തിങ്കിങ്. അതെ. അതിനു പകരം ഉൽപാദനപരമായ ചിന്ത, അതായത് പ്രൊഡക്റ്റീവ് തിങ്കിങ് വേണമെന്ന്. പ്രശ്നത്തിന്റെ ഘടന മനസ്സിലാക്കണമെന്നും പറയുന്നു. അതെന്താണ് അങ്ങനെ? അതൊരു പ്രധാന വ്യത്യാസം തന്നെയാണ്. ഈ പുനരുൽപാദന ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ അറിയുന്ന വഴികൾ, സ്റ്റെപ്പുകൾ അത് തന്നെ ഉപയോഗിക്കുക. ഓക്കെ, ഒരു കണക്ക് ചെയ്യാൻ പഠിച്ച രീതി തന്നെ ഉപയോഗിക്കുന്നത് പോലെ. അതെ. എന്നാൽ ഉൽപാദനപരമായ ചിന്തയാണെങ്കിൽ പ്രശ്നത്തെ പുതിയൊരു രീതിയിൽ കാണാൻ ശ്രമിക്കും. അതിന്റെ അടിയിലുള്ള ഘടന മനസ്സിലാക്കാൻ നോക്കും, ആഴത്തില്. അതെ, അവിടെയാണ് ശരിക്കും ഒരു ക്രിയാത്മകത വരുന്നത്. ഈ ഉൽപാദന ചിന്തയിലാണ് നമ്മൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട 2 രീതികളും വരുന്നത്. ശരി. അപ്പൊ അതിലെ ആദ്യത്തത് ഈ അനലറ്റിക്കൽ ചിന്ത. പുസ്തകത്തിലെ ഉദാഹരണം തന്നെ എടുക്കാം. വീട്ടിൽ എത്ര വാതിലുണ്ട് എന്ന് എണ്ണുന്നത്. അത് വളരെ സിമ്പിളാണല്ലോ. തന്ന വിവരങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടുന്നു. കറക്റ്റ്. അനലിറ്റിക്കൽ ചിന്തയിൽ നമ്മൾ പുതിയതായി ഒന്നും ഉണ്ടാക്കുന്നില്ല. കയ്യിലുള്ള വിവരങ്ങളെ ഇങ്ങനെ ലോജിക്കലായിട്ട് അപഗ്രഥിക്കുന്നു, ഭാഗങ്ങളായിട്ട് നോക്കുന്നു. അതെ, അതിനുള്ളിൽ തന്നെ ഉത്തരമുണ്ടാകും. നമ്മളത് കണ്ടെത്തുന്നു എന്ന് മാത്രം. എന്നാൽ ചില പ്രശ്നങ്ങളിൽ ഉത്തരം അത്ര എളുപ്പം കാണില്ലാലോ. ഇല്ല. അവരെയാണ് ഈ സിന്തറ്റിക് ചിന്ത വരുന്നത്. അതെ. അത് കുറച്ചുകൂടി ഒരു പടി കൂടി മുന്നിലാണോ? അതെ, അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. സിന്തറ്റിക് ചിന്തയിൽ നമ്മൾ മനസ്സിൽ ചിലതൊക്കെ നിർമ്മിച്ചെടുക്കുകയാണ്, പല ഭാഗങ്ങൾ ചേർത്ത് വെച്ച് ഒരു പുതിയ രൂപമുണ്ടാക്കുന്നത് പോലെ. ഓഹോ. നേരത്തെ പറഞ്ഞ ആ ഉദാഹരണം ഓർമ്മയില്ലേ? 2 എന്നത് 4ന്റെ ഘടകമാണ്, 4 എന്നത് 8ന്റെ ഘടകമാണ്. അതുകൊണ്ട് 2 എന്നത് 8ന്റെയും ഘടകമാണ് എന്ന് മനസ്സിലാക്കുന്നത്. അതെ. അവിടെ നമ്മൾ ആ 2, 4, 8 ബന്ധം വെച്ച് മനസ്സിലൊരു മോഡൽ, ഒരു മെന്റൽ മോഡൽ ഉണ്ടാക്കുകയാണ്. ശരി. എന്നിട്ട് ആ മോഡലിനെ നമ്മൾ മനസ്സുകൊണ്ടൊന്ന് പരിശോധിക്കുമ്പോഴാണ്, അപ്പോ 2 8ന്റെയും ഘടകമാണല്ലോ എന്നൊരു തിരിച്ചറിവ്, ഒരു ഇൻസൈറ്റ് കിട്ടുന്നത്. അതെ. അതായത് തുടക്കത്തിൽ നേരിട്ട് കാണാത്തൊരു ബന്ധം നമ്മൾ കണ്ടുപിടിക്കുന്നു. കൃത്യം. ഒരു നിർമ്മാണം അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ന്യൂവൽ പറയുന്ന മാനസിക മാതൃക എന്ന ആശയവും ഇതുമായി ബന്ധമുണ്ടോ? പ്രശ്നത്തിന്റെ ഭാഗങ്ങൾ മനസ്സിൽ എഴുതി ചേർത്ത് ഫലം വായിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുന്നത്. അത് തന്നെ. ആ ഉണ്ടാക്കിയെടുത്ത ഒരു റെപ്രസെന്റേഷൻ, ഒരു മാനസിക ചിത്രം, അതിനെ മനസ്സിന്റെ കണ്ണുകൊണ്ട് പരിശോധിക്കുന്നതാണ് സിന്തറ്റിക് ചിന്തയുടെ ഒരു പ്രധാന ഭാഗം. ഓക്കെ. ഇത് ശരിക്കും സങ്കീർണമായ പ്രശ്നങ്ങളെ സമീപിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ ഐഡിയകൾ വരുന്നത്, പുതിയ പരിഹാരങ്ങൾ കിട്ടുന്നതൊക്കെ പലപ്പോഴും ഈ ഒരു പ്രോസസ്സിലൂടെയാണ്. ഉൾക്കാഴ്ചയുടെ ഒരു മനഃശാസ്ത്രം അവിടെയുണ്ട്. തീർച്ചയായും. അപ്പോ ഒരു സൈക്കോളജി വിദ്യാർത്ഥി എന്ന നിലക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ എങ്ങനെയായിരിക്കും പ്രയോജനപ്പെടുക? ഈ പറയുന്ന അനലിറ്റിക്കൽ, സിന്തറ്റിക്, പിന്നെ നേരത്തെ പറഞ്ഞ റീപ്രൊഡക്റ്റീവ്, പ്രൊഡക്റ്റീവ്, ഇതൊക്കെ തിരിച്ചറിയുന്നതുകൊണ്ട് എന്തു ഗുണം? ഒരു ഗുണം, നിങ്ങളൊരു പ്രശ്നം പരിഹരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരും. ശരിയാണ്. അത് നിങ്ങളുടെ പഠനത്തെയും സഹായിക്കും. ഒരു പുതിയ തിയറി പഠിക്കുമ്പോൾ നിങ്ങൾ അതിനെ അനലിറ്റിക്കലായിട്ടിങ്ങനെ ഭാഗങ്ങളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണോ, അതോ സിന്തറ്റിക്കായിട്ട് മറ്റ് തിയറികളുമായി കണക്ട് ചെയ്യാൻ നോക്കുകയാണോ? സ്വന്തം ചിന്തയെപ്പറ്റി ചിന്തിക്കുന്നത്. അതെ, ഒരു മെറ്റാ കോഗ്നിഷൻ പോലെ. നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ ഒരു ചോദ്യം തരാം. ഈ വ്യത്യസ്ത ചിന്താരീതികളെക്കുറിച്ചുള്ള ഈ അറിവ് നിങ്ങളുടെ പഠന രീതിയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ സാധാരണ പ്രശ്നങ്ങളെ സമീപിക്കുന്ന രീതിയിലോ എന്തെങ്കിലും മാറ്റം വരുത്താൻ സാധ്യതയുണ്ടോ? നല്ല ചോദ്യമാണ്. അപ്പോ നിങ്ങളുടെ കോഴ്സ് മെറ്റീരിയലിലെ പ്രശ്നപരിഹാരത്തിലെ ചിന്തകളെക്കുറിച്ചുള്ള നമ്മുടെ ഈ ചർച്ച നിങ്ങൾക്ക് പുതിയ ചില ചിന്തകൾ നൽകിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു. പ്രതീക്ഷിക്കുന്നു.
അടുത്ത തവണ മറ്റൊരു വിഷയവുമായി കാണാം.